പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷണുണ്ട്, ശ്രീമാൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണുണ്ട്, അതുപോലെ പ്രമുഖരായ ആളുകൾക്കുണ്ട്. ഇക്കുറി മലയാളത്തിന് ഒരു തിളക്കം ഉണ്ട്. അതിൽ ഏതൊരു മലയാളിക്കും അഭിമാനിക്കാം. അതിനകത്തൊന്നും ഒരു സങ്കടവും ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. മുൻ മുഖ്യമന്ത്രിയും CPM-ന്റെ സമുന്നത നേതാവുമായിരുന്ന VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകാൻ രാജ്യം തീരുമാനിച്ചു. അവിടെ ഒരു രാഷ്ട്രീയ കലർപ്പ് എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ചില ആളുകൾ. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയാൽ എന്ത് നഷ്ടമാണുള്ളത്? ഈ CPM-കാര് ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത്, അന്ന് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ചോദിച്ചു, നിങ്ങൾ മന്ത്രിസഭയിൽ ഇടം പിടിക്കണം, മന്ത്രിസഭയിൽ നിങ്ങൾ അംഗത്വം എടുക്കണം, മന്ത്രിസഭയിൽ നിങ്ങളുടെ പങ്കാളിത്തം വേണം എന്നൊക്കെ ആവശ്യമുയർന്നു. അന്ന് കടുത്ത മസിൽ പിടിച്ചു. കാരണം എന്താണ്? അന്ന് ഒരുപക്ഷെ മന്ത്രിയായിരുന്നെങ്കിൽ സീതാറാം യെച്ചൂരിയാകും മന്ത്രി, പ്രകാശ് കാരാട്ട് പുറത്തിരിക്കേണ്ടി വരും. അപ്പോ ആ ഒരു വാശിപ്പുറത്ത് മന്ത്രി ആകണ്ട എന്ന് തീരുമാനിച്ചു. എന്തായി ഫലം? അന്ന് ഒരുപക്ഷെ എങ്കിൽ ഏതെങ്കിലും വകുപ്പിന്റെ മന്ത്രി പദം CPM-ന് ലഭിച്ചിരുന്നുവെങ്കിൽ CPM-ന്റെ വളർച്ച ഇമാതിരി ആയിരിക്കില്ല. കേരളത്തിന് പുറത്തും വളർച്ച ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴ് കേരളത്തിൽ മാത്രമാണ് CPM-ന് അതിശക്തമായ വേരോട്ടമുള്ളത്. മറ്റ് സ്റ്റേറ്റിലൊക്കെ പേരിന് സംഘടന ഉണ്ടെങ്കിലും, ഒരു തരികാമയൊക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും ഒരു തരിമതി ആളി കത്തിക്കും, അതൊക്കെ ശരിയാ. പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ അന്ന് ആ മന്ത്രിപദം ഏറ്റെടുക്കാത്തതിൽ വിമർശനം CPM ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പത്മ പുരസ്കാരങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ EMS നമ്പൂതിരിപ്പാടിന് പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചു. അപ്പൊ അദ്ദേഹം വാങ്ങിയില്ല. ഹർകിഷൻ സുർജിത്തിന് പത്മ പുരസ്കാരം നൽകുകയാണെങ്കിൽ വാങ്ങില്ല എന്ന് പറഞ്ഞു. ജ്യോതി ബസുവിന് ഭാരതരത്നം കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹം വേണ്ട പറഞ്ഞു. അതുപോലെ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പത്മ പുരസ്കാരം അലോൺസ് ചെയ്തപ്പോൾ അദ്ദേഹവും വാങ്ങിയില്ല. ഇതൊക്കെ ഭരണകൂട പുരസ്കാരങ്ങൾ എന്നാണ് പൊതുവെ CPM പറയുന്നത്. ഭരണകൂട പുരസ്കാരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരു ന്യായമായ സംശയം ചോദിക്കട്ടെ. അതായത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദത്തെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരള സർക്കാർ കുറെ അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ, ചലച്ചിത്ര അവാർഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ കേരളശ്രീ കുറെ അവാർഡ് ഈ ഇടയ്ക്ക് പ്രഖ്യാപിച്ചില്ല. ഇത് പ്രഖ്യാപിക്കാൻ കാരണം തന്നെ പത്മ പുരസ്കാരങ്ങളിൽ കേരളത്തിന് അർഹതപ്പെട്ട പ്രാധാന്യം ലഭിക്കാതെ വന്നപ്പോഴാണ് ഇവിടെ കേരളശ്രീ കൊടിപൊക്കിയത്. അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളശ്രീ പുരസ്കാരമൊക്കെ കിട്ടുന്ന ആളുകൾ പറയുകയാണ്, ഇത് ഭരണകൂട പുരസ്കാരമാണ്, ഞങ്ങൾ വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആ പുരസ്കാരത്തിന്റെ ശോഭ കെട്ടുപോകുമോ എന്ന് ചോദിച്ചാൽ പുരസ്കാരത്തിന്റെ ശോഭ കെട്ടുപോകുകയില്ല. വാങ്ങാൻ ക്ഷണിക്കപ്പെട്ട ആൾ വാങ്ങിയില്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന നഷ്ടം, അത്രയേ ഉള്ളൂ. VS അച്യുതാനന്ദന്റെ ബന്ധുക്കൾ, അദ്ദേഹം അരുൺകുമാർ പറഞ്ഞിട്ടുണ്ട്, ഇത് രാജ്യം നൽകുന്ന ഇതാണ്, ബഹുമതിയാണ്, അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. അവർക്ക് പുരസ്കാരം വാങ്ങുന്നതിന് ആഗ്രഹമുണ്ട്. ഡൽഹിയിൽ പോയി ആ പുരസ്കാരം രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അതൊരു അഭിമാന മുഹൂർത്തമാണ്. VS-ന് കേന്ദ്രം കൊടുക്കുന്ന അംഗീകാരമാണ്. ഇതിനകത്ത് അല്ലെങ്കിൽ VS-നും ഞങ്ങൾ അവാർഡ് കൊടുത്തില്ലേ, മമ്മൂട്ടിക്ക് ഞങ്ങൾ അവാർഡ് കൊടുത്തില്ലേ, വെള്ളാപ്പള്ളിക്ക് അവാർഡ് കൊടുത്തില്ലേ എന്ന് പറഞ്ഞ് പിന്നാലെ വോട്ട് പിടിക്കാൻ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ വരും. അതൊരു വാസ്തവമാണ്. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ ഇങ്ങനെ പലതും കൊടുക്കും, പാലും തേനും ഒക്കെ കൊടുക്കും. പക്ഷേ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണെന്ന് കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് അത് കാര്യമാക്കണ്ട. പക്ഷെ ഇത് രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ്. അപ്പൊ ആ പുരസ്കാരം VS-ന്റെ സന്തപ്ത കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങണമെന്നാണ് ഈ എളിയ മനുഷ്യന്റെ ആഗ്രഹം. അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ കാരണങ്ങളൊന്നും പറയേണ്ടതില്ല. പിന്നെ ഈ വെള്ളാപ്പള്ളിയുടെ പേര്, വെള്ളാപ്പള്ളിക്ക് എന്തുകൊണ്ട് പുരസ്കാരം ഇതിനു മുമ്പ് കിട്ടിയില്ല എന്നതാണ് ചോദ്യം. 32 വർഷമായി ഒരു സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. 44 ശാഖകൾ, ഉപശാഖ, അങ്ങനെ വളരെ താഴെ ലെവലിൽ ഗുരുവിന്റെ ചിന്തകൾ മാത്രം പറഞ്ഞുകൊണ്ട് വെറും കഞ്ഞി വിത്തും അങ്ങനെ നടന്ന സംഘടനയെ ഇന്ന് രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ ചാലക ശക്തിയായി മാറ്റിയെടുക്കുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ വഹിച്ച പങ്ക് വലുതാണ്. അദ്ദേഹത്തെ നമുക്ക് തലങ്ങും വിലങ്ങും വിമർശിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം തരുന്നുണ്ട്. അദ്ദേഹത്തിന് 89 വയസ്സായി. ഈ പ്രായത്തിലും 3 പതിറ്റാണ്ടായി ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്നു, സംഘടനയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് അവാർഡ് കിട്ടാൻ അർഹതയല്ലേ? ഒരു 4 ചീരവിത്ത് നട്ടാൽ പോലും അവാർഡ് കൊടുക്കുന്ന സമയമായിരുന്നു മുമ്പ്. പരിസ്ഥിതി അവാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തുകൊണ്ടിരുന്നത് നമുക്കറിയാമല്ലോ. പക്ഷേ ഇപ്പൊ മാറി, കഥ മാറി. വെള്ളാപ്പള്ളിക്ക് അവാർഡ് കിട്ടേണ്ട വ്യക്തി തന്നെയാണ്. വെള്ളാപ്പള്ളിക്ക് അവാർഡ് കിട്ടി, അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്, വളരെയധികം സന്തോഷിക്കുന്നുണ്ട്, ഒരു മലയാളി എന്ന നിലയിൽ, കേരളീയൻ എന്ന നിലയിൽ. അതുപോലെ മമ്മൂട്ടിക്ക് പുരസ്കാരം. മമ്മൂട്ടിയുടെ പേര് പലതവണ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടും തഴയപ്പെട്ട പേരാണ്. അത് എന്ത് രാഷ്ട്രീയത്തിന്റെയോ എന്ത് ജാതിയുടെയോ എന്ത് മതത്തിന്റെയോ പേരിലാണെങ്കിലും അത് തെറ്റാണെന്ന് കേരളം പലകുറി വിധി എഴുതി. ഇക്കുറി അദ്ദേഹത്തിന്റെ പേര് സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പുരസ്കാരം നൽകാൻ
കേന്ദ്ര കേന്ദ്ര ഭരണകൂടം അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിൽ ഈ അവാർഡ് നിശ്ചയിക്കുന്ന കമ്മിറ്റി തയ്യാറായി. അത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് വളരെ സന്തോഷകരമായ അവസ്ഥയാണ്. കാരണം നമ്മളൊക്കെയും ആരാധിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെയൊക്കെയും സന്തോഷിപ്പിക്കുകയും നമ്മുടെ വേദനകളിൽ നമ്മളിൽ ഒരാളായി പങ്കുചേരുകയും ചെയ്യുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യന് പത്മഭൂഷൺ ലഭിക്കുമ്പോൾ അത് നമുക്ക് അഹങ്കാരം തന്നെയാണ്. അതുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതിൽ ആർക്കെങ്കിലും പുഴുക്കുത്തുണ്ടെങ്കിൽ അത് അങ്ങ് മാറ്റി വെച്ചേക്കുക. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിലും വളരെ വളരെ സന്തുഷ്ടരാണ് കേരള ജനത. ഇനി വെള്ളാപ്പള്ളിയുടെ പേര് സംസ്ഥാന സർക്കാർ കൊടുത്ത ലിസ്റ്റിലില്ല, VS-ന്റെ പേര് സംസ്ഥാന സർക്കാർ കൊടുത്ത ലിസ്റ്റിലില്ല എന്നൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു, ചില പാണന്മാർ പാടി നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പത്മ അവാർഡ് നിശ്ചയത്തിന്റെ രീതിയൊക്കെ മാറി. സംസ്ഥാന സർക്കാർ മാത്രമല്ല ഇപ്പോൾ അവാർഡിന് ശുപാർശ ചെയ്യുന്നത്. പല ഏജൻസികൾ, പല വ്യക്തികൾക്ക് അയക്കാം, പല സംഘടനകൾക്ക് പേര് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ കുറെ കൂടി ജനകീയമാക്കിയിട്ടുണ്ട് പത്മ പുരസ്കാര നിർണയത്തിലേക്ക് നോമിനേഷൻ അയക്കാനുള്ള ഘടന. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ പേര് മറ്റേതെങ്കിലും സംഘടനയോ വ്യക്തികളോ ആരെങ്കിലും അയച്ചു കൊടുത്താലും വെള്ളാപ്പള്ളിയെ അവാർഡിന് പരിഗണിച്ചിട്ടുണ്ടാകും. അവാർഡിന് അദ്ദേഹത്തിന്റെ മികവുറ്റ സേവനം, ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള സേവനവും നിസ്വാർത്ഥ സേവനവും ഒക്കെ കണക്കിലെടുത്ത് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു. VS അച്യുതാനന്ദന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പത്മവിഭൂഷണ് എന്തുകൊണ്ട് അദ്ദേഹം അർഹനാകുന്നില്ല? അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ, അദ്ദേഹം CPM പ്രസ്ഥാനത്തിൽ ചേർന്നതുപോലെ പുന്നപ്ര വയലാർ സമരം, കാൽവെള്ളയിൽ ബയണറ്റ് കൊണ്ട് കുത്തേറ്റ് മരണത്തോട് മല്ലടിച്ച് കിടന്നിട്ട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയും പരിസ്ഥിതിക്ക് വേണ്ടിയും സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയും അശരണർക്ക് വേണ്ടിയും വീറോടെ വാദിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിൽ നിന്ന് പലതവണ പാര വെച്ച് തള്ളിക്കളഞ്ഞിട്ടും വീണ്ടും കേരളത്തിലെ ആ പാരകളൊക്കെ അതിജീവിച്ച് മുഖ്യമന്ത്രിയായ മനുഷ്യന് പത്മവിഭൂഷൺ കിട്ടാൻ അർഹതയില്ലേ? അതുകൊണ്ട് ആരെങ്കിലും കൊടുത്തു കാണും ഉറപ്പായിട്ടും. ഒരുപക്ഷെ BJP തന്നെ ഈ VS അച്യുതാനന്ദന്റെ പേര് കൊടുത്തിട്ടുണ്ടാകും, അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന്. തീർച്ചയായും നമുക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി. ആ പുരസ്കാരങ്ങൾ ജസ്റ്റിസുമാരുണ്ട്, അതുപോലെ പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, വയലിനിസ്റ്റ് ഉണ്ട്, അങ്ങനെ ചിന്തകരുണ്ട്, P. നാരായണജിയെ പോലുള്ള ചിന്തകരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവാർഡ് കിട്ടിയതിൽ മലയാളം അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇതിനകത്ത് രാഷ്ട്രീയം തപ്പിപ്പോയി ഇവരൊന്നും അർഹരല്ല എന്ന തരത്തിൽ അവർക്ക് കിട്ടിയ അംഗീകാരത്തെ വിലകെട്ട അംഗീകാരം എന്ന് മുദ്ര കുത്താൻ ഒരു കപട നീക്കം അല്ലെങ്കിൽ കുത്സിത നീക്കം നടക്കുന്നുണ്ട്. അത് ശരിയല്ല. അതിന്റെ പിന്നാലെ പോകുന്ന മാധ്യമങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ അഭിമാനകരമായ മുഹൂർത്തങ്ങളാണ്. ഈ അഭിമാനം നമ്മൾ പങ്കിട്ടെടുക്കണം, അല്ലെങ്കിൽ ഈ അഭിമാനത്തിന്റെ സന്തോഷം നാടെങ്ങും ഉണ്ടാകണം. ഇതിനൊക്കെ പ്രത്യേക ആഘോഷങ്ങൾ തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യം.